Hello friends, welcome to the channel. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു AC ബൈയിങ് ഗൈഡിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു AC ബൈയിങ് ടിപ്സ് അല്ലെങ്കിൽ ഒരു AC ബൈയിങ് ഗൈഡ് എന്ന് തന്നെ പറയാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പം നല്ല ചൂടുകാലം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 38, 30, 40 ഇനിയും ചൂട് കൂടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ക്ലൈമറ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഇനിയും ചൂട് കൂടാനാണ് സാധ്യത. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു AC വാങ്ങിച്ച് വെക്കേണ്ടി വരും. നിങ്ങൾക്ക് എന്തായാലും ഒരു വീട്ടിലൊരു ബെഡ്റൂമിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു AC വാങ്ങിച്ച് വെക്കേണ്ടി വരും. നമുക്ക് അത്യാവശ്യം നല്ലോണം കിടന്ന് ഉറങ്ങാം. എന്താ വെച്ചാൽ രാത്രി ആയാൽ പോലും ഇപ്പോൾ നല്ല ചൂടാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഹ്യൂമിഡിറ്റി കുറവും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വാരി ചെയ്യുന്നുണ്ട് നമ്മുടെ ക്ലൈമറ്റ്. അപ്പോൾ നല്ല പാടാണ് രാത്രി കിടന്നുറങ്ങാൻ. നമുക്കിപ്പോൾ ഫാൻ തന്നെ ഇട്ടിട്ടോ തന്നെ കിടന്നുറങ്ങാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇപ്പോൾ പോരാത്തതിന് നമുക്കിപ്പോൾ നല്ല അത്യാവശ്യം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിൽ വരുന്നുണ്ട്. ആമസോണിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ബ്രാൻഡഡ് AC തന്നെ നല്ല വില കുറവിൽ നമുക്കിപ്പോൾ ഓൺലൈനിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിതിന് മുമ്പ് ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് 5 AC എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 110 AC നമ്മൾ ബെസ്റ്റ് നമ്മുടെ ഹോം പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ 2-3 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു വിത്ത് ലിങ്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇടാം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമുക്ക് ഒരു AC കറക്റ്റായിട്ട് നമുക്ക് വീട്ടാവശ്യത്തിന് എങ്ങനെ വാങ്ങിക്കാമെന്ന് അതിൻ്റെ പോയിന്റ്സുകളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു AC ബൈയിങ് ഗൈഡ് തന്നെ പറയാൻ വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ അതിന് നമ്മുടെ ചാനൽ ഇറങ്ങാനായിട്ട് മുമ്പ് അല്ലെങ്കിൽ സബ്ജക്റ്റിൽ ഇറങ്ങാനായിട്ട് മുമ്പ് ചാനൽ ഇറക്കാമെന്നല്ല കേട്ടോ, സബ്ജക്റ്റിലേക്ക് ഇറങ്ങാനായിട്ട് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കി മാറ്റി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക. 𝘂𝘄𝘄𝘄 ചാനലിൻ്റെ പേര്. ഫൈനാൻഷ്യൽ ന്യൂസും അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സുകളുടെ റിവ്യൂ കാര്യങ്ങളൊക്കെയാണ്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ അതിൽ അവൈലബിൾ ആണ്. നമ്മളോട് കുറേ പേര് ചോദ്യം ചോദിക്കാറുണ്ട്, നമ്മൾ ആൻസർ കൊടുക്കാറുണ്ട്. പക്ഷേ ഫോളോ ചെയ്യാറില്ല. കുറേ പേരൊന്നും ഫോളോ ചെയ്യാറില്ല. മെജോറിറ്റി ആൾക്കാരും ഫോളോ ചെയ്യാറുണ്ട്. പക്ഷേ കുറച്ച് പേരൊന്നും ഫോളോ ചെയ്യാറില്ല. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് നമ്മുടെ ഫോളോ ബട്ടൺ അമർത്തിയാൽ മതി. വേറെ കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കേട്ടോ. കയറി ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം. നമുക്ക് കുറച്ച് പോയിന്റ്സുകളുള്ളൂ. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടാവശ്യത്തിന് കറക്റ്റായിട്ടുള്ള നമ്മുടെ AC നമുക്ക് വാങ്ങിച്ച് വയ്ക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് AC വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് എനർജി കൺസപ്ഷൻ കൂടാനും അതുകൊണ്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടാനൊക്കെ ഭയങ്കര എന്താ പറയുക റിസ്ക്കാണ്. നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ഓൾറെഡി കേരളത്തിൽ നല്ല ഇടിവെട്ട് ഭരണമായതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി KSEBിയുടെ ബില്ല് ഒന്നുകൂടി കൂട്ടിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് 6 മാസത്തേക്ക് കൊണ്ട് കൂട്ടിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കറിയാം നമുക്ക് കറക്റ്റ് എന്തായാലും AC എല്ലാ ടൈമിലും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് പോയിന്റ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം AC നമുക്ക് 10 നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും 110, 210, അതായത് 1.5 ടൺ, 0.5 ടൺ അങ്ങനെ കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് ആക്ച്വലി അതിൻ്റെ ACയുടെ ഒരു വെയിറ്റേജ് ആണ്. അതായത് നമ്മുടെ കപ്പാസിറ്റി എന്നൊക്കെ പറയില്ല, അതാണ് സംഭവം. നമ്മുടെ റൂമിൻ്റെ സൈസ് അനുസരിച്ച് വേണം നമ്മുടെ ടണ്ണ് നമുക്ക് സെലക്ട് ചെയ്യാൻ. അപ്പോൾ കറക്റ്റ് റൂമിൻ്റെ സൈസ് നോക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ റൂം സെലക്ട് ചെയ്യാൻ. അപ്പോൾ നിങ്ങളുടെ റൂം ഒരു 120 താഴെ 120 സ്ക്വയർ ഫീറ്റിൻ്റെ താഴെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 110 ധാരാളമാണ് കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ 130 ആയാലും കുഴപ്പമില്ല. അപ്പോൾ 130, 120 തൊട്ട് ആക്ച്വലി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1.5 ടണ്ണിൻ്റെ AC എന്തായാലും വേണം. ഒരു 210, 220 വരെയുള്ള നിങ്ങൾക്ക് AC റൂമിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 ടൺ AC എന്തായാലും വേണ്ടി വരും കേട്ടോ. പിന്നെ അതിന് കുറച്ച് ക്രൈറ്റീരിയകളും ഉണ്ട്. എന്താ വെച്ചാൽ നിങ്ങളുടെ റൂം ഇപ്പോൾ ഈ പറഞ്ഞ റൂം നിങ്ങളുടെ ടോപ്പ് ഫ്ലോറിലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രസ് ഇല്ല, ഡയറക്റ്റ് നമ്മുടെ ടെറസിലേക്ക് വെയിലടിക്കുന്ന ഏരിയ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചിലപ്പോൾ ഒരു 1.5 ടണ്ണിൻ്റെ ആവശ്യം വരാം. എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം AC വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ ചൂടുകാറ്റ് പുറത്തെടുത്ത് കളഞ്ഞിട്ട് തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പിന്നെ നിങ്ങൾ എന്താ പറയുക നമ്മുടെ റൂം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ടോപ്പ് ഫ്ലോറിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൂടായിട്ടിരിക്കുകയായിരിക്കും, മുകളിൽ നിന്ന് ആവി പോലെ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ ACക്ക് പണി കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ കപ്പാസിറ്റി കൂടുതലുള്ള AC വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കൂളാക്കാൻ പറ്റും ഇതിന്. അത് നോർമൽ കോമൺ സെൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ എനർജിയുടെ ബില്ലും കുറയും. അതായത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വില കുറഞ്ഞത് 110 AC വാങ്ങിച്ചു വെച്ചു, നമുക്ക് റൂം ഒരു 150 സ്ക്വയർ ഫീറ്റിൻ്റെ റൂമാണ്, AC കിടന്ന് കഷ്ടപ്പാടായിരിക്കും നമ്മുടെ എന്താ പറയുക റൂം തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ എന്ന് വെച്ചാൽ ഹൈ കപ്പാസിറ്റിയിലാണ് ഫുൾ വർക്ക് ചെയ്യുക. നിങ്ങൾക്കറിയാം ഇപ്പോൾ ACയിൽ കുറേ സ്മാർട്ട് ACകളൊക്കെയാണ് ഫുൾ വരുന്നത്, കൺവേർട്ടബിൾ ACയിലാണ് വരുന്നത്. അത് നമുക്ക് 10 വാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട് ഇപ്പോഴത്തെ നമ്മുടെ റൂമിൻ്റെ അല്ലെങ്കിൽ ഹീറ്റിൻ്റെ അല്ലെങ്കിൽ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് അതിന് ഓട്ടോമാറ്റിക്കലി സെൻസർ ഉണ്ട്, അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും കുറവ് 10 വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് ഇലക്ട്രിസിറ്റിയേ വേണ്ടൂ. അപ്പോൾ അതാണ് മെയിൻ പോയിന്റ് നോക്കാനുള്ളത് കേട്ടോ. നിങ്ങളുടെ റൂമിൻ്റെ സൈസ് നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക. പിന്നെ ഒരു പോയിന്റാണ് 3 സ്റ്റാർ, 2 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ എനർജി റേറ്റിംഗ് ആണ്, എനർജി കൺസപ്ഷൻ റേറ്റിംഗ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഓരോ ACക്കും ഓരോ എനർജി കൺസപ്ഷൻ നിങ്ങൾ ഓൾറെഡി ആനുവലി അതിന് എത്ര എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു 600 യൂണിറ്റ് ആയിരിക്കും, ചിലപ്പോൾ 1000 യൂണിറ്റ് ആയിരിക്കും, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളത് അത്രയ്ക്ക് അങ്ങോട്ട് കാര്യമായിട്ട് നോക്കണ്ട. എന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു അവരുടെ കൺട്രോൾ എൻവിറോൺമെൻറ്റിൽ നോക്കിയിട്ടാണ് ആക്ച്വലി ഇത് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ അത്രയ്ക്ക് നോക്കി നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരില്ല. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വാരി ഡിഫറൻസ് വരും. അപ്പോൾ അത് നിങ്ങൾ അത്യാവശ്യം കാര്യം നോക്കണ്ട.
നമ്മുടെ ഞാൻ റേറ്റിങ്ങിൻ്റെ കാര്യം പറയാം. നിങ്ങളൊരു AC വാങ്ങിക്കുന്നത് ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 6 ഹവറിൻ്റെ മുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങളൊരു 3 സ്റ്റാർ AC വാങ്ങിച്ചാൽ മതിയിട്ടാണ്. ഒരു 10 മണിക്കൂറിൻ്റെ മുകളിലൊക്കെ അല്ലെങ്കിൽ 10 to 12 ഹവറിൻ്റെ ഒക്കെ മുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ നിങ്ങൾ 5 സ്റ്റാർ AC വാങ്ങിച്ചാൽ മതി. എന്താ വെച്ചാൽ ഇത് കറക്റ്റ് ഇത്ര ടൈമിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ACയുടെ ഡിഫറൻസ് അറിയുള്ളൂ. അപ്പോൾ 3 സ്റ്റാർ AC ആയാലും 5 സ്റ്റാർ AC ആയാലും നിങ്ങൾ 1 മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1 യൂണിറ്റ് എന്തായാലും എടുക്കുക. അത് ഏത് 3 സ്റ്റാർ ആയാലും 5 സ്റ്റാർ ആയാലും അതാണ് ഡിഫറൻസ്. അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസിങ്ങിനനുസരിച്ചാണ് ഇത് ആക്ച്വലി നമ്മുടെ എനർജി കൺസപ്ഷൻ കുറഞ്ഞു വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പോഴത്തെ ACകളൊക്കെ ഇൻവെർട്ടർ ACകളാണ്. ഇൻവെർട്ടർ ACയും സാധാ ACയുടെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സാധാ പണ്ടത്തെ AC ഒക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോൾ നമ്മളൊരു ടെമ്പറേച്ചർ വെച്ചേക്കുന്നത് 26 ഡിഗ്രി എന്ന് വിചാരിക്കുക. നമ്മുടെ റൂം ടെമ്പറേച്ചർ 26 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ AC ഓഫ് ആവും, കംപ്രസർ ഓഫ് ആവും. പിന്നെ അത് AC പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫാൻ മാത്രമാവുമല്ലോ. അപ്പോൾ നമ്മുടെ റൂം ടെമ്പറേച്ചർ പതുക്കെ ഇൻക്രീസ് ആയി വരും. പിന്നെ അത് 26ൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് AC ഓണാവും. അപ്പോൾ ഫുൾ കംപ്രസർ ആദ്യം തൊട്ട് ഓണായിട്ട് ഫുള്ള് തണുപ്പിക്കുകയാണ്. അപ്പോൾ എനർജി കൺസപ്ഷൻ കൂടുതലായിരിക്കും. ഇൻവെർട്ടർ AC ആകുമ്പോൾ അത് ഓഫ് ആവില്ല, പക്ഷേ നമ്മുടെ റൂം ടെമ്പറേച്ചർ അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അങ്ങനെ ആ സമയത്താണ് ശരിക്കും നമ്മുടെ എനർജി കൺസപ്ഷൻ കുറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇൻവെർട്ടർ AC ആയിട്ടുള്ള ഡിഫറൻസ്. പിന്നെ ഇപ്പോൾ ഇൻവെർട്ടർ AC മാത്രമേ കിട്ടുള്ളൂ, മറ്റേ നോർമൽ AC ഇപ്പോൾ അങ്ങനെ കിട്ടില്ല. ഒരു 99% കിട്ടില്ല, അല്ലെങ്കിൽ അത്ര പഴയ സ്റ്റോക്കൊക്കെ ആയിരിക്കണം. അപ്പോൾ ഞാൻ അത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. പിന്നെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ സ്മാർട്ട് AC മാത്രമായിട്ട് നോക്കുക കേട്ടോ. ഞാൻ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടോപ്പ് 5 ലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് സുഖമായിട്ട് വാങ്ങിക്കാം ആമസോണിൽ. സർവീസും കാര്യങ്ങളൊക്കെ ഓഫ്ലൈൻ വാങ്ങിച്ചാലും ഓൺലൈൻ വാങ്ങിച്ചാലും ഒക്കെ സെയിം തന്നെയാണ്. നമ്മുടെ ഷോപ്പുകാർ ചിലപ്പോൾ അവരെ പ്രൊമോട്ട് ചെയ്യാൻ അവരെ കമ്മീഷൻ കൊടുത്തുള്ള പ്രോഡക്ട്സ് ഒക്കെ ചിലപ്പോൾ അവർ റെഫർ ചെയ്തെന്നൊക്കെ ഇരിക്കും. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കൺസ്യൂമറാണ്, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കുക, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 പോയിന്റ്സ് നോക്കിയപ്പോൾ തന്നെ ധാരാളം. പിന്നെ കുറച്ച് ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ AC ഇടുമ്പോൾ നിങ്ങൾ ഫാൻ ചെറുതായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണെന്ന് വെച്ചാൽ ACയുടെ എയർ സർക്കുലേറ്റ് ചെയ്യാൻ നല്ലതാണ്, ACക്ക് എയർ വലിച്ചെടുക്കാനും നല്ലതാണ്. പക്ഷേ ഒരു പോയിന്റ് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ സീലിംഗ് ഫാനാണ് നിങ്ങൾ ഇടുന്നത് വെച്ചാൽ മുകളിൽ ട്രസ് ആണെങ്കിൽ ചൂടാണെങ്കിൽ അടിയിലേക്ക് ചൂട് വലിക്കുക, അതങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടേബിൾ ഫാൻ ഉപയോഗിക്കുന്ന ഒരു കിട്ടാം. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ആ പ്രശ്നം വരില്ല. അപ്പോൾ ഇനീഷ്യലായിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഫാൻ ഇടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുക BLDCയുടെ ഫാനാണ്. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നമ്മൾ പുതിയൊരു BLDCയുടെ ഫാനിൻ്റെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി നമ്മുടെ ആറ്റംബർഗിൻ്റെ റെനേസാമിൻ്റെ മോഡൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനായിട്ടും ബഡ്ജറ്റ് കുറഞ്ഞൊരു ആറ്റംബർഗിൻ്റെ തന്നെയാണ് നമ്മൾ പുതിയൊരു മോഡൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് എത്തിയിട്ടില്ല, അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാം. അപ്പോൾ വെച്ചാൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഫാനും AC ഒക്കെ എല്ലാവരും നോക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത്രയൊക്കെ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കറക്റ്റ് AC ബഡ്ജറ്റ് റേഞ്ചിൽ എനർജി കുറഞ്ഞ് ഉപയോഗിക്കാവുന്ന സംഭവം കറക്റ്റ് കയ്യിൽ വാങ്ങിക്കാട്ടോ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് ഓൺലൈൻ വാങ്ങിക്കായിരിക്കും നല്ല. എന്താ വെച്ചാൽ ഞാൻ കമ്പാരിറ്റീബിൾ നോക്കുമ്പോൾ കുറവാണ് ഓൺലൈനിൽ, പ്രത്യേകിച്ച് ആമസോണിലൊക്കെ കുറവാണ്. നിങ്ങൾക്ക് കസ്റ്റമർ സപ്പോർട്ട് നല്ലോണം കിട്ടുന്നുണ്ട്. ഞാൻ എന്തായാലും ഫ്ലിപ്കാർട്ട് റെക്കമെൻഡ് ചെയ്യില്ല, എന്ന് വെച്ചാൽ കസ്റ്റമർ സൈഡ് കുറച്ച് പണിയാണ്. അപ്പോൾ ഞാൻ ഓൺലൈനായിരിക്കും എനിക്ക് തോന്നുന്നത് നല്ലതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മെജോറിറ്റി വീട്ടിലത്തെ ACകളൊക്കെ ഓൺലൈൻ തന്നെ വാങ്ങിക്കുന്നത്. ഒരു AC ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ഓൺലൈനാണ് വാങ്ങിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് നമ്മുടെ ഇപ്പോൾ കടയിൽ പോയിട്ട് വിളിച്ച് നോക്കാം, ഈ സൈഡ് ഇപ്പോൾ വിളിച്ച് നോക്കാം, റേറ്റ് കമ്പയർ ചെയ്യുക, മോഡൽ നെയിം സെയിം ആണോ നോക്കുക. എന്താ വെച്ചാൽ കടയിൽ ചിലപ്പോൾ പഴയ മോഡലായിരിക്കും കിട്ടുക. എന്താ വെച്ചാൽ 2020 മോഡൽ 2021 മോഡൽ അങ്ങനെ ചില ഒരു ഇത് വരാറുണ്ട്. നമുക്ക് കോൾ വരുന്നുണ്ട്, അപ്പോൾ ഞാൻ ഒന്ന് കോൾ എടുത്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞൊന്നുമല്ല, അപ്പോൾ മോഡൽ നോക്കി വാങ്ങിക്കട്ടെ. എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ കിട്ടായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഒരു 1 ഇപ്പോൾ 2022 മോഡലൊന്നും കിട്ടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് സാധനം കിട്ടുകയാണെങ്കിൽ ആ പ്രൈസിന് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾ മോഡൽ നമ്പർ നോക്കി വാങ്ങിക്കുക, എന്ന് വെച്ചാൽ അല്ലെങ്കിൽ മനസ്സിലാവില്ല. അപ്പോൾ നമുക്കിപ്പോൾ ആമസോണിലൊക്കെ ആണെങ്കിൽ ഓൾറെഡി 2022 മോഡൽ 2023 മോഡൽ എന്നൊക്കെ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്പയർ ചെയ്യാൻ സുഖമായിരിക്കും. അപ്പോൾ മോഡൽ നമ്പർ പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ കടയിൽ പറയുന്നത് അതാണെന്ന് നോക്കി വാങ്ങിക്കാട്ടോ. അപ്പോൾ ഇത്രയൊക്കെ പോയിന്റ്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കറക്റ്റായിട്ടുള്ള സംഭവങ്ങൾ കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ എൻ്റെ ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. രണ്ടാമത്തെ ചാനൽ കാണാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.